Hi guys, welcome to English Padikam. So this is Neetu Francis here. So I'm going to teach you present perfect tense. So what is present perfect tense, everyone? Present perfect tense in the vachal, an action that is started in the past and it is still continuing. Last video I taught you present continuous tense. Adinte mumbate video simple present tense aayirunnu. So idinte rule parayanengil it is subject plus has or have plus V3. Has നമ്മൾ സിംഗുലറിനാണ് യൂസ് ചെയ്യുക, അതായത് ഹി ഷീ ഇറ്റ്. ഹാവോ ഹാവ് നമ്മൾ ഏതിനാ യൂസ് ചെയ്യുക? ഐ യു വി ദേ, റൈറ്റ്? സോ ഐ ഹാവ് ഗിവൺ ഹിയർ സം എക്സാമ്പിൾസ്. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഇവിടെ സബ്ജക്റ്റ് ഏത് വന്നു? ഐ വന്നു, ദാറ്റ് ഈസ് പ്ലൂറൽ. അപ്പം നമ്മൾ ഹാവ് യൂസ് ചെയ്തു, V3 ആണ് ഡൺ. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. നെക്സ്റ്റ് വൺ, we have received our payment. Receive ചെയ്തു കഴിഞ്ഞു. ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, അതിൻ്റെ ആക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വി പ്ലൂറൽ ആണ്, അപ്പോൾ നമ്മൾ ഹാവ് യൂസ് ചെയ്തു. V3 വരുമ്പോൾ റിസീവ്ഡ്. വി ഹാവ് റിസീവ്ഡ് അവർ പേയ്മെൻറ്റ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വൺ, ഐ ഹാവ് പ്ലേഡ് ദ ഗിറ്റാർ എവർ സിൻസ് ഐ വാസ് എ ടീനേജർ. അപ്പോൾ ഐ വന്നു, ഹാവ് യൂസ് ചെയ്തു, V3 പ്ലേഡ് ആണ്. എവർ സിൻസ്, സിൻസും ഫോറും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നെക്സ്റ്റ് വൺ ഇസ് ഷീ ഹാസ് ബീൻ ഡയബറ്റിക് ഫോർ 10 years. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്, നമ്മൾ ഹാസ് യൂസ് ചെയ്തു. ബീൻ എന്ന് പറയുന്നത് V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഡയബറ്റിക് ഫോർ 10 years. ഓക്കെ, സോ ഇവിടെ V1 എന്ന് പറഞ്ഞാൽ BE, V2 എന്ന് പറഞ്ഞാൽ വാസ് ഓർ വെയർ, V3 എന്ന് പറഞ്ഞാൽ ബീൻ. സോ അതാണ് നമ്മളിവിടെ ബീൻ യൂസ് ചെയ്തത്. സോ നെക്സ്റ്റ് വൺ, ഹാവ് ബീനും ഹാസ് ബീനും ആണ്. ഞാൻ നേരത്തെ ബീൻ്റെ കുറിച്ച് പറഞ്ഞു തന്നു. ബീൻ എന്ന് പറയുമ്പോൾ V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. സോ സിംഗുലർ ഹി ഷീ ഇറ്റ് വരുമ്പം നിങ്ങൾ ഹാസ് ബീൻ യൂസ് ചെയ്യണം. ഐ യു വി ദേ വരുമ്പോൾ ഹാവ് ബീൻ യൂസ് ചെയ്യണം. മറക്കണ്ട, ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ബീൻ മാരിഡ് ഫോർ 50 years. സോ ഫോറും സിൻസിൻ്റെയും ഡിഫറൻസ് പറഞ്ഞുതരാം. സിൻസ് എന്ന് പറയുമ്പം സ്പെസിഫിക് ഇയർ അല്ലെങ്കിൽ പീരിയഡ് ഇൻ ദ പാസ്റ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൻസ് 2008, അപ്പോൾ അവിടെ ഒരു ഇയർ പറയുന്നുണ്ട് 2008. സിൻസ് ലാസ്റ്റ് മന്ത്, സിൻസ് ലാസ്റ്റ് വീക്ക്, പിന്നെന്താ സിൻസ് ലാസ്റ്റ് ഫ്രൈഡേ, സിൻസ് മൈ ബർത്ത്, സിൻസ് ഹെർ ചൈൽഡ്ഹുഡ്. ഇതിനൊക്കെ നമ്മൾ സിൻസ് യൂസ് ചെയ്യും. ഫോർ എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഇയേഴ്സ്, ആ നമ്പർ ഓർത്ത് വയ്ക്കണം ഫോർ എന്ന് പറയുമ്പം. സോ ഫോർ hours, ഫോർ 2 days, ഫോർ 3 months, ഫോർ 3 years. മറ്റേ സിൻസ് നമ്മൾ 2008, 2003 അങ്ങനെയൊക്കെ പറഞ്ഞു. സിൻസ് ലാസ്റ്റ് മന്ത്, ഇതെന്ന് പറയുമ്പം നമ്മൾ ആ നമ്പർ സ്പെസിഫൈ ചെയ്യണം, റൈറ്റ്? നെക്സ്റ്റ് വൺ ഇസ് ഹാസ് ഹാഡും ഹാവ് ഹാഡും. ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്, ഹാസ് ഹാവും ഹാവ് ഹാഡും. സോ സിംഗുലർ വരുമ്പം, അതായത് ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഹാസ് ഹാഡ് യൂസ് ചെയ്യുക. ഹാഡ് V3 ആണ് കേട്ടോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ യൂസ് ചെയ്യണതാണ് ഹാസ് ഹാഡും ഹാവ് ഹാഡും. പ്ലൂറൽ ഐ യു വി ദേയിൽ ഹാവ് ഹാഡ് യൂസ് ചെയ്യും. സോ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സിംഗുലർ, സോ ഹാസ് ഹാഡ് യൂസ് ചെയ്തു. ഷീ ഹാസ് ഹാഡ് എ ബിസി ഡേ അറ്റ് വർക്ക്. Next one, it is plural. We have had several meetings this week. So this is present perfect, right? Then you, it is plural. You have had enough rest for today. So they are talking about this full day. He has had 3 cups of coffee already. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ മറക്കണ്ട, എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യാൻ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ താഴെ. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ അതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് V3 വരും. സോ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗുലർ വരുമ്പോൾ നിങ്ങൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഷീ ഹാസ്, ഹീ ഹാസ്, ഇറ്റ് ഹാസ്. പ്ലൂറൽ വരുമ്പം ഹാവ്. ഓക്കെ, ഐ ഹാവ് not finished my work yet. അടുത്തത്, she has not visited Paris. Next one is they have not seen the movie. Next one, I have not been in Saudi for the last 5 years. So have vannu, not vannu, V3 been vannu, right? Next one is yes or no questions.
So in the yes or no questions, the rule is has or have plus subject plus V3. You are asking a question to someone. So always remember, when you use yes or no questions, you think that you are asking a question to someone, right? So then I have provided here some examples. Have you done your homework? Allengil, has Molly called you? So ഇതിൽ Molly singular ആണ്, so has വന്നു. Have you ever traveled to Dubai? ഇവിടെ you വന്നു, അപ്പം നമ്മൾ have എഴുതി. Have they ever met a celebrity? ഇവിടെ നമ്മൾ ever യൂസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലും നെഗറ്റീവിലും നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എവർ യൂസ് ചെയ്യാം, ബട്ട് നോട്ട് ഇൻ പോസിറ്റീവ് കേസ്. ഇതാണ് WH ക്വസ്റ്റ്യൻ. സോ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ WH ക്വസ്റ്റ്യൻസിൽ റൂൾ എന്താണെന്ന് വെച്ചാൽ WH questions plus has or have plus subject plus V3. One thing you have to remember is that we don't use when in present perfect WH questions. അതായത് when have you finished your work അങ്ങനെ പറയില്ല, നമ്മളത് സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുള്ളൂ. when did you finish your work? So I'll give you some examples of WH questions. Why has she left? Where have you been? What have you done? അടുത്തതാണ് പാസീവ് വോയിസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ പാസീവ് വോയിസിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. സോ ആദ്യത്തെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം പാസീവ് വോയിസിൻ്റെ. ആദ്യം ആക്റ്റീവ് വോയിസ് പറയാം, ദാറ്റ് യു ഹാവ് ടു ചേഞ്ച് ടു പാസീവ് വോയിസ്. സോ വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ് ദ ടീം ഹാസ് വോൺ ദ ഗെയിം. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റ് ഏതാ? ദ ഗെയിം ആണ് ഒബ്ജക്റ്റ്. The game has been won by the team. അടുത്ത എക്സാമ്പിൾ ആണ് അരുൺ ഹാസ് വാച്ച്ഡ് ദ മൂവി. അപ്പം ഇതിൻ്റെ ഒബ്ജക്റ്റ് ഏതാ? ദ മൂവി. ദ മൂവി ഹാസ് ബീൻ വാച്ച്ഡ് ബൈ അരുൺ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോ. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇംഗ്ലീഷ് പഠിക്കാമും ഫോളോ ചെയ്യുക. താങ്ക്സ് എവ്രി വൺ.